സാർ SSLCയിൽ എനിക്ക് എന്തായാലും ഫുൾ A+ വേണം. ആ ഫുൾ A+ ഉറപ്പാക്കാൻ ഒരു കാരണവശാലും ആ ഫുൾ A+ നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ആ ചെയ്യാൻ പറ്റുമെങ്കിൽ ഞാൻ റെഡിയാണ് സാർ എന്ന് മനസ്സിൽ സിൻസിയറായിട്ട് വിചാരിക്കുന്നവർ ഈ വീഡിയോ അവസാനം വരെ കാണാം. SSLC പരീക്ഷയിൽ ഫുൾ A+ ഉറപ്പാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇയർ ലോങ് സ്റ്റഡി പ്ലാൻ ആയിരിക്കും നിങ്ങൾക്ക് ഈ ഒരൊറ്റ വീഡിയോയിൽ കിട്ടാൻ പോകുന്നത്. സോ അവസാനം വരെയും കാണാം. അപ്പം മക്കളെ, നമുക്ക് ആദ്യം ഒരു ഡെയിലി പ്ലാനിനെ പറ്റി സംസാരിക്കാം. അതായത് ഓരോ ദിവസവും ഇനി അങ്ങോട്ട് നിങ്ങൾ എങ്ങനെ പഠിച്ചാലാണ് ആ ഫുൾ A+ ഉറപ്പിക്കാൻ പറ്റുക നമുക്ക് നോക്കാം. ഓക്കെ, ഫസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പോയിന്റ്, പലർക്കും ഫോളോ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള ഒരു പോയിന്റ് ആണ്. അതായത് ലിസൺ ടു സ്കൂൾ ക്ലാസ് പ്രോപ്പർലി. നിങ്ങൾ സ്കൂളിൽ പോയി ഇരിക്കുന്ന എന്തിനാണ്? അവിടെ നിന്ന് എന്തെങ്കിലുമൊക്കെ പഠിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഒബ്വിയസ്ലി നിങ്ങളുടെ കളിയും ചിരിയും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നടക്കുന്നതിനോടൊപ്പം തന്നെ ക്ലാസ്സിലിരിക്കുന്ന സമയത്ത് മാക്സിമം നിങ്ങൾ എന്ത് ചെയ്യുക, ടീച്ചർ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാക്കി അവിടെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, മാക്സിമം പഠിക്കാൻ നോക്കുക. മിക്ക സ്കൂളിലെ ടീച്ചേഴ്സും വളരെ നല്ല ടീച്ചേഴ്സ് ആയിരിക്കും. നിങ്ങൾ ഒന്നും എന്ത് ചെയ്താൽ മതി, ചിലപ്പോൾ നിങ്ങൾക്ക് അവരുടെ സ്വഭാവമോ അല്ലെ അവരോട് നിങ്ങൾക്ക് ഒരു കണക്ഷൻ ഒന്നും ഫീൽ ചെയ്തില്ലെങ്കിൽ അവർ നന്നായിട്ട് പഠിപ്പിക്കും, അതിലൊരു സംശയമില്ല. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, അവിടെ നിന്ന് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, നന്നായിട്ട് പഠിച്ചാലുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ വീട്ടിൽ വന്നിട്ട് നിങ്ങൾക്ക് കുറേ സമയം ലാഭിക്കാം. ഓക്കെ, നിങ്ങൾ അവിടെ പോയി പ്രോപ്പറായിട്ട് പഠിച്ചില്ല, നിങ്ങൾ വീട്ടിൽ പോയിട്ട് നമ്മുടെ എക്സാമിനറുടെ ബാച്ചിലാണെങ്കിലും നിങ്ങൾ കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യേണ്ടി വരും. അപ്പോൾ എന്തായാലും സ്കൂളിൽ പോവാണ്, പിന്നെ എന്ത് ചെയ്യുക, ഒന്ന് കുറച്ച് കോൺസെൻട്രേഷൻ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പകുതി കാര്യം അവിടെ തന്നെ പഠിക്കാം. ബാക്കി പണി വീട്ടിൽ വന്ന് ചെയ്താൽ മതി. അപ്പോൾ പണി കുറയ്ക്കാൻ വേണ്ടി സ്കൂളിൽ തന്നെ കാര്യങ്ങൾ മാക്സിമം മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഇനി മനസ്സിലായില്ലെങ്കിൽ നമുക്ക് അതിന് പരിഹാരം ഉണ്ടാക്കി തരാം, പക്ഷേ മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഓക്കെ, റെഡി. അതിനുശേഷം നിങ്ങൾ വീട്ടിൽ വരുന്നു. നിങ്ങൾ ഫസ്റ്റ് തന്നെ നിങ്ങൾ ചെയ്യുന്നത്, നിങ്ങൾക്ക് നമ്മുടെ എക്സാമിനറിൻ്റെ ബാച്ച് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എക്സാമിനറുടെ റെക്കോർഡ് ക്ലാസ് നിങ്ങൾക്ക് ഷെഡ്യൂൾ അനുസരിച്ച് നിങ്ങൾക്ക് തരുന്നതായിരിക്കും. നിങ്ങൾ ആ ഷെഡ്യൂളിനനുസരിച്ച് അന്ന് എന്താണോ നിങ്ങൾക്ക് ക്ലാസ് കാണാനുള്ളത്, റെക്കോർഡ് ക്ലാസ് കാണാനുള്ളത്, ആ ഷെഡ്യൂളിന് അനുസരിച്ചുള്ള ക്ലാസ് നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു 5 മണി to 6 മണിയിനിടയിൽ കണ്ട് തീർക്കുക. ഏതാണ്ട് അത്ര തന്നെയൊക്കെ ഉണ്ടാവുള്ളൂ. 1 മണിക്കൂറോ അല്ലെ 1.25 മണിക്കൂറൊക്കെ ക്ലാസ് കാണാനേ അന്ന് ഉണ്ടാവുള്ളൂ. നിങ്ങൾ നമ്മുടെ ആപ്പ് എടുക്കുക, നിങ്ങൾ അതിലെ ക്ലാസ്, റെക്കോർഡ് ക്ലാസ് ഏതാണോ അന്ന് അസൈൻ ചെയ്ത് അത് കണ്ട് തീർക്കുക. ഇനി സാർ ഞാൻ എക്സാമിനറുടെ ബാച്ചിൽ ജോയിൻ ചെയ്തിട്ടില്ല, അല്ല ഇനിയിപ്പോൾ ബാച്ചിൽ ജോയിൻ ചെയ്യാൻ എന്നെ കൊണ്ട് സാധിക്കില്ല, അപ്പം ഞാൻ എന്ത് ചെയ്യണം സമയം, അത് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ എക്സാമിനറിൻ്റെ ബാച്ചിൽ ഇല്ലാത്തവർക്ക് ഞാൻ അവസാനം എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഒരു ഓൾട്ടർനേറ്റീവ് സൊല്യൂഷൻ പറഞ്ഞുതരാം. ആർക്കും സൊല്യൂഷൻ ഇല്ലായ്മയൊന്നുമില്ല കേട്ടോ. ബാച്ചിൽ ജോയിൻ ചെയ്താലേ സൊല്യൂഷൻ കിട്ടുള്ളൂ, A+ കിട്ടുള്ളൂ എന്നൊന്നുമില്ല. പക്ഷേ അതിൻ്റെ സൊല്യൂഷൻ ഞാൻ അവസാനം പറഞ്ഞുതരാം. നിങ്ങൾ ശ്രദ്ധിക്കുക, വീഡിയോ കണ്ടുകൊണ്ടിരിക്കുക. അതിനുശേഷം നിങ്ങൾക്ക് എക്സാമിനറിൻ്റെ ബാച്ചിൻ്റെ ലൈവ് ക്ലാസ് ഉണ്ടാവും. എല്ലാ ദിവസവും 6:30 to 7:30 ബാച്ചിൻ്റെ ലൈവ് ക്ലാസ് ഉണ്ട്. അതിൽ വന്നിരിക്കുക, കൂടുതൽ ഡൗട്ടുകൾ കാര്യങ്ങളുണ്ട് അതിലൊക്കെ ചോദിക്കുക. ഇൻട്രാക്റ്റീവ് സെഷൻ ആയിരിക്കും, ചിലപ്പോൾ മെൻറ്റി ഉണ്ടാവും, അതിലൊക്കെ പങ്കെടുക്കുക, നല്ല ആക്റ്റീവായിട്ട് പങ്കെടുക്കുക. അങ്ങനെ ഒരു 2 മണിക്കൂർ പഠനം നിങ്ങൾ വളരെ സ്മൂത്ത് ആയിട്ട് അങ്ങോട്ട് കഴിഞ്ഞു പോയിക്കോളും. എല്ലാ ദിവസവും 2 മണിക്കൂർ ഇങ്ങനെ അങ്ങോട്ട് പോയിക്കോളും, നിങ്ങൾ അറിയ പോലും ഇല്ല. റെക്കോർഡ് ക്ലാസ് കണ്ട് കൃത്യമായിട്ട് പഠിച്ച് ലൈവ് ക്ലാസ് വരുമ്പോഴത്തേക്കും അതിൻ്റെ കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്ത് നിങ്ങൾക്ക് ആ സമയം നിങ്ങൾ പോവാതെ നിങ്ങൾ അറിയില്ല സമയം പോയത്. എന്നിട്ട് നിങ്ങൾ അന്നത്തെ പഠനം കഴിഞ്ഞു 7:30 ആകുമ്പോഴത്തേക്ക് പഠനം നിർത്തി. പിന്നെ എന്ത് ചെയ്യുക, പിന്നെ ഭക്ഷണം കഴിക്കുക, പേരൻസിൻ്റെ കൂടെയും ഫാമിലി ആയിട്ടൊക്കെ ഒന്ന് നല്ല സമയമൊക്കെ സ്പെൻഡ് ചെയ്യുക, റിലാക്സ് ചെയ്യുക, വേറെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്യുക. അത്രയും മതി പഠനം. ഓക്കെ, 2 മണിക്കൂർ ധാരാളം. അത് ആദ്യം തന്നെ തീർത്താൽ അത്രയും പഠനം ഒഴിവായി കിട്ടും. ഓക്കെ, സമയം നിങ്ങൾക്ക് ലാഭിക്കാം. നിങ്ങൾക്ക് കുറച്ചുകൂടി ജീവിക്കുകയൊക്കെ വേണ്ടേ, 10ാം ക്ലാസ് 9ാം ക്ലാസ് ഒക്കെ ആണെങ്കിൽ ജീവിക്കണ്ടേ. അപ്പം കുറച്ച് എന്ത് ചെയ്യുക, റിലാക്സ് ചെയ്ത് സമയമൊക്കെ സ്പെൻഡ് ചെയ്യുക. രാവിലെ എല്ലാ ദിവസവും മാക്സിമം ശ്രമിക്കുക, ഒരു 6 മണിക്ക് മുതൽ 7 മണി, ഒരു 5:30 ആകുമ്പോൾ എണീക്കുകയാണെങ്കിൽ 6 മണി മുതൽ, അല്ലെ 6 മണിയാണ് എണീക്കുന്നതെങ്കിൽ 6:30 മുതൽ ഒരു 7:30 വരെയൊക്കെ ഒരു മണിക്കൂർ രാവിലെ റിവൈസ് ചെയ്യുക. പുതിയ കാര്യങ്ങൾ പഠിക്കേണ്ട, കഴിഞ്ഞ ദിവസം തലേ ദിവസം പഠിച്ച കാര്യങ്ങൾ എന്ത് ചെയ്യുക, ഒന്നും കൂടി റിവൈസ് ചെയ്യുക. കാരണം നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഒറ്റ പ്രാവശ്യം ഒരു കാര്യം പഠിച്ചുകൊണ്ട് നിങ്ങളുടെ തലയിൽ 100% നിൽക്കും ഒരിക്കലും വിചാരിക്കേണ്ട. റിവിഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിരിക്കും. അപ്പോൾ ആ റിവൈസ് ചെയ്യാനുള്ള സ്കിൽസ് മടിയായിരിക്കും. നിങ്ങൾ വിചാരിക്കും ഇന്നലെ പഠിച്ചല്ലേ ഉള്ളൂ, അത് മറന്നു പോയിട്ടുണ്ടാവില്ല എന്നൊക്കെ നിങ്ങൾ വിചാരിക്കും. ശരിക്കും മറന്നൊന്നും പോവില്ല. നിങ്ങൾ രാവിലെ ആകുമ്പോഴത്തേക്കും വൈകുന്നേരം പഠിച്ച കാര്യം രാവിലെ ആകുമ്പോൾ മറന്നു പോവില്ല. പക്ഷേ നിങ്ങൾ അടുത്ത ദിവസം രാവിലെ ആകുമ്പോൾ മറന്നു. അത് മറന്നു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വൈകുന്നേരം പഠിച്ച കാര്യം രാവിലെ പഠിക്കുന്നത്. അപ്പോൾ രാവിലെ പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, അടുത്തൊന്നും മറന്നു പോവില്ല. അപ്പോൾ അത് വേണ്ടിയിട്ടാണ് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. അപ്പോൾ റിവൈസ് ചെയ്യണത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ ഈ രീതിയിലാണ് നിങ്ങൾ ഡെയിലി നിങ്ങളുടെ സ്റ്റഡി പ്ലാൻ ഉണ്ടാവേണ്ടത്. ഭയങ്കര വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ലല്ലോ. ഒരു ഫുൾ A+ കിട്ടാൻ ആഗ്രഹമുള്ളൊരു കുട്ടിക്ക് ഇതൊക്കെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. പക്ഷെ ഇത് ഡെയിലി ബേസിസിൽ, സൺഡേ സാറ്റർഡേ ഒക്കെ ഒഴിവാക്കാം, അല്ലാത്ത ദിവസങ്ങളൊക്കെ നിങ്ങൾ സ്റ്റാർട്ടിങ് മുതലേ തന്നെ ചെയ്തു കഴിഞ്ഞാൽ അവിടെ ഡെയിലി പ്ലാൻ റെഡി. ഇനി ഈ ഡെയിലി പ്ലാൻ മാത്രം പോരാ. പലർക്കും ഈ ഡെയിലി പ്ലാൻ ഇങ്ങനെയൊക്കെ ഫോളോ ചെയ്തു പോകും. ഇടയ്ക്ക് വെച്ചിട്ട് അതിന് പ്രശ്നങ്ങളൊക്കെ വരും. പക്ഷെ വീണ്ടും അതിൽ ട്രാക്കിലാവണം നിങ്ങൾ, മനസ്സിലേ. അല്ലാണ്ട് പലർക്കുള്ള പ്രശ്നം ഇങ്ങനെ തുടക്കത്തിൽ ഭയങ്കര ഉത്സാഹമായിരിക്കും, എന്നിട്ട് കുറച്ച് കഴിയുമ്പോൾ അത് വർക്കൗട്ട് ആവാത്തപ്പോൾ അവർ വിചാരിക്കും എന്നെ കൊണ്ട് ഒന്നും പറ്റില്ല, ഞാൻ പഴയ പോലെ തന്നെ ആവാമെന്നൊക്കെ വിചാരിക്കും. അങ്ങനെ ചെയ്യാതെ
എല്ലാവരും ട്രാക്കിൽ നിന്ന് പുറത്താവും ഏതെങ്കിലും പോയിന്റിൽ. തിരിച്ച് ട്രാക്കിൽ കയറുക, ഒരു 2 ദിവസം എല്ലാം നിങ്ങൾ റെസ്റ്റ് എടുക്കുക, പഠിക്കാതിരിക്കുക, എന്നിട്ട് വീണ്ടും ട്രാക്കിൽ കയറുക. ആ രീതിയിലേക്ക് നിങ്ങൾ വീണ്ടും വരണം. ഓക്കെ, അപ്പോൾ ആ രീതിയിൽ ഡെയിലി സ്റ്റഡിയിൽ ലൈവ് നിങ്ങൾ ഡെയിലി പ്ലാൻ നിങ്ങൾ ആ രീതിയിൽ പോകണം. നമ്മുടെ ഒരു അക്കാഡമിക് ഇയറിൽ നിങ്ങൾക്ക് പല പല മൈൽ സ്റ്റോൺസ് വരും. ആ മൈൽ സ്റ്റോൺസിനെ നിങ്ങൾ വളരെ സീരിയസ് ആയിട്ട് എടുക്കണം. അതിൻ്റെ ഫസ്റ്റ് മൈൽ സ്റ്റോൺ ആണ് നമ്മുടെ ഓണപരീക്ഷ. അപ്പോൾ ഓണപരീക്ഷ വരുമ്പോഴത്തേക്കും നമ്മുടെ സ്ട്രാറ്റജി ചെറുതായിട്ടൊന്ന് മാറും. ഈ രീതിയിലായിരിക്കില്ല സ്ട്രാറ്റജി. അപ്പോഴുള്ള സ്ട്രാറ്റജി ശ്രദ്ധിച്ച് കേട്ടോ. നിങ്ങൾ കംപ്ലീറ്റ് സിലബസ് തീർത്തിരിക്കണം. ഇപ്പോൾ ഓണം എക്സാം ആവുന്നതിന് മുൻപ് തന്നെ നമ്മുടെ കംപ്ലീറ്റ് സിലബസ് നിങ്ങൾ തീർത്തിരിക്കണം. ഓക്കെ, എക്സാമിൻ്റെ ബാച്ചിൽ ജോയിൻ ചെയ്യുന്നവർക്ക് അത് കംപ്ലീറ്റ് തീർന്നോളും. പക്ഷേ നിങ്ങൾ ആ തീർക്കണം. അത് പഠിക്കേണ്ടത് നിങ്ങളല്ലേ, നമ്മൾ പഠിപ്പിക്കും, പക്ഷെ നിങ്ങൾ പഠിച്ച് തീർക്കണം എന്നുള്ള കാര്യം നിങ്ങൾ ഉറപ്പുവരുത്തണം. ഓക്കെ, ഓണം എക്സാമിന് മുമ്പ് ഓണം എക്സാം സിലബസ് തീർത്തില്ലേ പിന്നെ ആ സമയത്ത് നെട്ടോട്ടം ഓടാൻ പോയാൽ കാര്യം നടക്കില്ല. ഓക്കെ, അപ്പോൾ സിലബസ് നേരത്തെ തന്നെ തീർക്കണം. പിന്നെ അറ്റൻഡ് ഓൾ യൂട്യൂബ് റിവിഷൻ ക്ലാസ്. അപ്പോൾ ഓണം എക്സാം ബേസ്ഡ് ആയിട്ട് യൂട്യൂബിൽ പല പല റിവിഷൻ ക്ലാസ് നമ്മൾ തരുന്നതായിരിക്കും. ഫ്രീ ആയിട്ട് പബ്ലിക് ലൈവ് ആയിരിക്കും. അത് നിങ്ങൾ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് അറ്റൻഡ് ചെയ്യുക. അറ്റൻഡ് മാരത്തോൺ ലൈവ്സ്. എക്സാമിൻ്റെ ദിവസങ്ങളിൽ മാരത്തോൺ ലൈവ്സും ഉണ്ടാവും, അതിലും പങ്കെടുക്കുക. നിങ്ങൾ ഓൾറെഡി കഴിഞ്ഞ വർഷമൊക്കെ ഇതിൽ പങ്കെടുത്ത് നിങ്ങൾക്ക് അറിയാം അതിൻ്റെ എഫക്റ്റീവ്നെസ്. അത് കൃത്യമായിട്ട് പങ്കെടുക്കുക. പക്ഷേ ഇപ്രാവശ്യം നിങ്ങൾ പങ്കെടുക്കാൻ പോകുന്നത് ഓൾറെഡി പഠിച്ചിട്ടായിരിക്കും. കഴിഞ്ഞ വർഷം ചിലപ്പോൾ നിങ്ങൾ പങ്കെടുത്തത് ഒന്നും പഠിക്കാത്തതുകൊണ്ടായിരിക്കും. ഇപ്രാവശ്യം ഓൾറെഡി നമ്മുടെ ബാച്ചിൽ നിന്നോ അല്ലെ വേറെ വിടുന്നോ നിങ്ങൾ നന്നായി പഠിച്ചിട്ടായിരിക്കും നമ്മൾ ഈ മാരത്തോൺ ലൈവ് ഒന്ന് അറ്റൻഡ് ചെയ്യുക. അപ്പോൾ ഓൾറെഡി നിങ്ങൾക്ക് അറിയാം ജസ്റ്റ് മാരത്തോൺ ലൈവ് എന്ന് പറഞ്ഞാൽ റിവിഷൻ ലൈവ് മാത്രമായിരിക്കും. ഓക്കെ, അതിൽ കൃത്യമായിട്ട് പങ്കെടുക്കുക, അതിൽ ചോദ്യങ്ങളൊക്കെ ചെയ്യുക. അത്രമാത്രം ചെയ്താൽ മതി. പിന്നെ നിങ്ങൾക്ക് ഇഫ് റിക്വയർഡ് നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെങ്കിൽ ചില ടോപ്പിക്സ് ഒക്കെ നിങ്ങൾക്ക് ടഫ് ആണെങ്കിൽ ആ ടോപ്പിക്സിൻ്റെ വീഡിയോ മാത്രമായിട്ട് പോയിട്ട് ആപ്പിൽ കാണാം. നമ്മുടെ ആപ്പിലും ഓരോ ടോപ്പിക് വൈസ് ആയിരിക്കും വീഡിയോ ആയിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ടാവുക. സോ ആ ടോപ്പിക്കിൽ മാത്രം ഡൗട്ട് ഉണ്ട്, ആ ടോപ്പിക്ക് മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക, പോയി എടുത്ത് കാണാം, ആപ്പിൽ നിന്ന് ലേണിംഗ് ആപ്പിൽ നിന്ന് എടുത്ത് കാണാം. ഓക്കെ, പിന്നെ അവസാനം എക്സാമിൽ മാക്സിമം സ്കോർ ചെയ്യാൻ നോക്കുക. ഓക്കെ, ഫുൾ A+ അങ്ങനെയൊന്നും ഞാൻ പറയുന്നില്ല. മാക്സിമം നിങ്ങളെ കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന മാർക്ക് നിങ്ങൾ എന്ത് ചെയ്യുക, ഓണപരീക്ഷ തന്നെ വാങ്ങിയെടുത്താൽ സമാധാനമാണ്. അതിൻ്റെ അർത്ഥം എന്താണ്, നിങ്ങൾ ആ ചാപ്റ്റർ പബ്ലിക് എക്സാമിന് വേണ്ടിയിട്ട് അത്യാവശ്യം നന്നായി പഠിച്ചു എന്നാണ് അർത്ഥം. ആ ചാപ്റ്റേഴ്സ് 3-4 ചാപ്റ്റേഴ്സ് ആയിരിക്കും ഉണ്ടാവുക ഓരോ സബ്ജക്റ്റിനും. അതൊക്കെ നിങ്ങൾ പബ്ലിക് എക്സാമിന് നല്ല വൃത്തിയായിട്ട് പഠിച്ചു എന്നാണ് അതിൻ്റെ അർത്ഥം. ഇതേപോലെ അടുത്ത മൈൽ സ്റ്റോൺ വരാൻ പോകുന്നത്, വേറൊരു ഗ്യാപ്പിന് ശേഷം അടുത്ത മൈൽ സ്റ്റോൺ വരാൻ പോകുന്നതാണ് ക്രിസ്മസ് പരീക്ഷ. ഓക്കെ, അപ്പോൾ ഡിസംബറൊക്കെ ആകുമ്പോഴത്തേക്കും ക്രിസ്മസ് പരീക്ഷ വരും. ഇതേപോലെ തന്നെ എന്താണ് ഇപ്പം നമ്മൾ ഓണം എക്സാമിന് ചെയ്ത സെയിം കാര്യം റിപ്പീറ്റ് ചെയ്യുക. അതായത് എന്താണ്, സിലബസ് തീർക്കുക, യൂട്യൂബിൽ റിവിഷൻ ക്ലാസ് അറ്റൻഡ് ചെയ്യുക, മാരത്തോൺ ലൈവ് അറ്റൻഡ് ചെയ്യുക, പിന്നെന്താണ് ടഫായിട്ട് ടോപ്പിക്സ് റിവൈസ് ചെയ്യുക, മാക്സിമം സ്കോർ ചെയ്യാൻ നോക്കുക. ഓക്കെ, അപ്പോൾ ഒബ്വിയസ്ലി ഓണം എക്സാമിൻ്റെയും ക്രിസ്മസ് എക്സാമിൻ്റെ ഇടയിലുള്ള ദിവസങ്ങളിൽ നിങ്ങൾ ഈ ഡെയിലി പ്ലാൻ തന്നെ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുക. അതിൽ മാറ്റമൊന്നുമില്ല. ക്രിസ്മസ് എക്സാം അടുക്കുമ്പോഴാണ് ഞാൻ ഈ പറഞ്ഞത് യൂട്യൂബിൽ റിവിഷൻ ക്ലാസ്സും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൂടുതലായിട്ട് നിങ്ങൾ ഫോക്കസ് ചെയ്യാം. ക്ലിയർ ആണല്ലോ? എന്നിട്ട് അവസാനം വരാൻ പോകുന്ന 2 ഐറ്റംസ് ആണ്. മൊത്തത്തിൽ 4 മൈൽ സ്റ്റോൺസ് ആയിരിക്കും. 2 മൈൽ സ്റ്റോൺസ് കൂടുതൽ, ഒന്ന് മോഡൽ എക്സാമും പിന്നെ നേരെ പബ്ലിക് എക്സാമും ആണ്. മോഡൽ എക്സാമിന് നിങ്ങൾ കംപ്ലീറ്റ് സിലബസ് അപ്പോഴത്തേക്ക് മോഡൽ എക്സാമിന് മുൻപ് തീർത്തിരിക്കണം. പിന്നെ റിവൈസ് ഓണം എക്സാം ആൻഡ് ക്രിസ്മസ് എക്സാം ചാപ്റ്റേഴ്സ്. ഓണം എക്സാമിന് ക്രിസ്മസ് എക്സാം ചാപ്റ്റേഴ്സ് ബാച്ച് വീഡിയോസ് ഉപയോഗിക്കാം നിങ്ങൾക്ക് റിവൈസ് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ യൂട്യൂബ് വീഡിയോസ് ഉപയോഗിക്കാം. ബാച്ച് വീഡിയോസ് കുറച്ചും കൂടി ലെങ്തി ആയിട്ട് കുറച്ചും കൂടി കാര്യങ്ങൾ പറയുന്നുണ്ട്. യൂട്യൂബിൽ കുറച്ചുകൂടി ഷോർട്ട് ആയിട്ടായിരിക്കും പറയാം. നിങ്ങൾക്ക് ഏതാണോ നിങ്ങൾക്ക് വേണ്ടത് അതിനനുസരിച്ച് നിങ്ങൾ റിവൈസ് ചെയ്യുക. യൂസ് റിവിഷൻ ബാച്ച്. നമ്മുടെ റിവിഷൻ ബാച്ച് അപ്പോഴത്തേക്കും നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. അതിൽ എല്ലാ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്, PYQs എന്ന് വിളിക്കും, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്, അതായത് മുൻ പരീക്ഷകളിൽ വന്ന എല്ലാ ചോദ്യങ്ങളും അടങ്ങിയ വീഡിയോസ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അതൊക്കെ നിങ്ങൾ കണ്ടു തീർത്താൽ തന്നെ ഉറപ്പാണ് നിങ്ങളുടെ മോഡൽ പരീക്ഷയും പബ്ലിക് പരീക്ഷയുടെ കാര്യത്തിൽ ഒരു സംശയമില്ല, നിങ്ങൾക്ക് ഫുൾ A+ കിട്ടുള്ളൂ. ആ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നിങ്ങൾ വേണമെങ്കിൽ നേരത്തെയും ചെയ്ത് വെക്കാം, പക്ഷെ ആ സമയമാകുമ്പോഴത്തേക്കും ചെയ്താൽ മതിയാവും. എന്നിട്ട് മാക്സിമം എന്ത് ചെയ്യുക, മോഡൽ എക്സാമിന് സ്കോർ ചെയ്യാൻ നോക്കുക. എന്നിട്ടാണ് നമ്മുടെ ഫൈനൽ എക്സാം വരുന്നത്. ഫൈനൽ എക്സാം വരുമ്പോഴത്തേക്കും നിങ്ങളുടെ റിവിഷനും നിങ്ങൾ തീർത്തിരിക്കണം. ഞാൻ ഈ പറയുന്ന പോലെയാണ് പഠിക്കാൻ പോകുന്നതെങ്കിൽ, ഞാൻ ഈ പറഞ്ഞ മൈൽ സ്റ്റോൺസ് ഒക്കെ നിങ്ങൾ സീരിയസ് ആയിട്ട് എടുത്ത് പഠിക്കുകയാണെങ്കിൽ അപ്പോഴത്തേക്കും നിങ്ങൾ സിലബസ് തീരുകയും ചെയ്യും. നിങ്ങൾ റിവൈസ് ഫ്രം റിവിഷൻ ബാച്ച് നിങ്ങൾ അപ്പോൾ റിവിഷൻ ബാച്ച് ഓൾറെഡി കഴിഞ്ഞിട്ടുണ്ടാവും. ആ സമയമാകുമ്പോഴത്തേക്കും മോഡൽ എക്സാം ആകുമ്പോഴത്തേക്കും റിവിഷൻ ബാച്ച് കഴിഞ്ഞിട്ടുണ്ടാവും. എന്നിട്ട് ആ റിവിഷൻ ബാച്ചിൽ പഠിച്ച കാര്യങ്ങൾ തന്നെ അതിൻ്റെ നോട്ട്സ് ഉപയോഗിച്ചിട്ടും അതിൻ്റെ ക്ലാസ് ഉപയോഗിച്ചിട്ടും റിവൈസ് ചെയ്തുകൊണ്ടേയിരിക്കുക. ക്വസ്റ്റ്യൻസ് മാക്സിമം ചെയ്തുകൊണ്ടേയിരിക്കുക. അറ്റൻഡ് യൂട്യൂബ് പബ്ലിക് ലൈവ് മാരത്തോൺസ് ലൈവ്സ് ഉണ്ടാവും. അപ്പോൾ എക്സാമിനറിൻ്റെ യൂട്യൂബ് ചാനൽ ആ സമയത്ത് മാരത്തോൺ ലൈവ്സ് ഉണ്ടാവും. അതിലും മാക്സിമം നിങ്ങൾ പങ്കെടുക്കുക. അതിൽ കൂടുതൽ ചോദ്യങ്ങളൊക്കെ നിങ്ങൾക്ക് ചെയ്ത് കഴിയുമ്പോൾ കോൺഫിഡൻസ് ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കും. കാരണം നിങ്ങൾക്ക് ഓൾറെഡി അറിയുന്ന കാര്യങ്ങളായിരിക്കും നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ കോൺഫിഡൻസ് ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കും. കൂടുതൽ ചോദ്യങ്ങൾ നിങ്ങളുടെ കയ്യിൽ കിട്ടും. അവസാനം നിങ്ങൾ പരീക്ഷ എഴുതിയാൽ ഫുൾ A+ കിട്ടുള്ളൂ. കാരണം നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കി, ഇതിൽ കൂടുതൽ ഒരു കുട്ടിക്ക് ചെയ്യാൻ പറ്റുമോ? ഇതിൽ കൂടുതൽ ചെയ്തിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? ഒരു കാര്യമില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ സംഭവം. അപ്പോൾ ഫുൾ A+ൻ്റെ ട്രിക്ക് നമ്മളിവിടെ അൺവീൽ ചെയ്തിരിക്കുകയാണ്. ഓക്കെ, നമ്മളിവിടെ ആ ട്രിക്ക് ഇവിടെ അൺവീൽ ചെയ്തിരിക്കുകയാണ്. ഇതിൽ കൂടുതൽ വേറെ ഒന്നുമില്ല ഫുൾ A+ കിട്ടാൻ വേണ്ടിയിട്ട്. ഇനിയെങ്കിലും നിങ്ങൾ റെഡി ആയിരിക്കണം ആ ഫുൾ A+ നേടാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങൾ ഇനി റെഡിയാണ് സർ,
ഈ ഒരു ചാലഞ്ച് ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്നത് കാണിക്കാൻ വേണ്ടി ചാലഞ്ച് അക്സെപ്റ്റഡ്. ഈ ഒരു 1 year full A+ ചാലഞ്ച് അക്സെപ്റ്റ് ചെയ്തവരെല്ലാവരും തന്നെ താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക ചാലഞ്ച് അക്സെപ്റ്റഡ്. ഓൾസോ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ നിങ്ങളുടെ എല്ലാ ഫ്രണ്ട്സിനും നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക, വാട്സപ്പിലൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക, വീഡിയോ ലൈക്ക് ചെയ്യുക. ഓൾസോ എന്ത് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ല, സബ്സ്ക്രൈബും കൂടി ചെയ്തിട്ടാ. കാരണം ഇതൊക്കെ കിട്ടണമെങ്കിൽ കുറേ കാര്യങ്ങൾ യൂട്യൂബിൽ നിന്ന് കിട്ടുമെന്ന് പറഞ്ഞില്ല, അതൊക്കെ നമ്മുടെ യൂട്യൂബ് ചാനൽ ത്രൂ ആയിട്ട്. ഓക്കെ, പിന്നെ വേറൊരു ഇമ്പോർട്ടൻ്റ് കാര്യം, സാർ ഈ നമ്മുടെ ബാച്ചിൽ ജോയിൻ ചെയ്യാത്തവർക്ക് വേണ്ടിയിട്ടുള്ള എന്താ ചെയ്യുക, നിങ്ങൾക്ക് 2 ഓൾട്ടർനേറ്റീവ്സ് ഉണ്ട്. ഒന്ന്, നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾ ഏതെങ്കിലും ട്യൂഷന് പോകാൻ പ്ലാൻ ഉണ്ടെങ്കിലൊക്കെ നിങ്ങൾക്ക് ട്യൂഷനൊക്കെ പോയി അതൊരു ഓൾട്ടർനേറ്റീവ് ആയിട്ട് വെക്കാം. ഇനി ഒരു പക്ഷേ നിങ്ങൾക്ക് ട്യൂഷന് പോകാൻ പറ്റില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ഒന്നുമില്ല, നിങ്ങൾ സ്കൂളിൽ വിട്ട് കഴിഞ്ഞാൽ സ്കൂളിലെ ക്ലാസ് നിങ്ങൾ റിവൈസ് ചെയ്യുക, എന്നിട്ട് യൂട്യൂബ് ലൈവ് ക്ലാസ്സിനെ മാക്സിമം ഡിപ്പെൻഡ് ചെയ്യുക. ഓക്കെ, പക്ഷേ യൂട്യൂബ് ലൈവ് ക്ലാസ് നിങ്ങൾ എല്ലാം അറ്റൻഡ് ചെയ്യാൻ മാക്സിമം ട്രൈ ചെയ്യണം. ഓക്കെ, എന്നാലും നിങ്ങൾക്ക് ആ ഫുൾ A+ ഉറപ്പാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അത്രയേ ഉള്ളൂ, അതിൽ വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല. പക്ഷേ അതായത് എക്സാമിനർ ബാച്ചിൽ ജോയിൻ ചെയ്തവർക്ക് കാര്യങ്ങൾ കുറച്ചുകൂടി എളുപ്പമായിരിക്കും, കാരണം എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് കൃത്യമായിട്ട് നമ്മുടെ ആപ്പിൽ കിട്ടുന്നതായിരിക്കും. ജോയിൻ ചെയ്യാത്തവർ കുറച്ച് നിങ്ങളുടെ ഭാഗത്ത് നിന്ന് എക്സ്ട്രാ എഫേർട്ട് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്കും സിമ്പിളായിട്ട് ഫുൾ A+ കിട്ടാൻ ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല. പക്ഷേ നിങ്ങൾ യൂട്യൂബിലൊക്കെ എല്ലാ ക്ലാസ്സും എല്ലാ വീഡിയോസും കൃത്യമായിട്ട് ഫോളോ ചെയ്യാൻ കൂടെ ശ്രമിക്കുക. ഓക്കെ, റെഡി? അത്രയേ ഉള്ളൂ സംഭവം, വേറെ അതിലൊരു ബുദ്ധിമുട്ടും ഉണ്ടാകാൻ പോകുന്നില്ല. ബാച്ചിൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹമുള്ളവർക്ക് താഴെ നമ്പർ കൊടുത്തിട്ടുണ്ട്, അതിൽ വേഗം തന്നെ നിങ്ങൾ അഡ്മിഷൻ എടുക്കുക. ആഗ്രഹമുള്ളവരാണ് കാര്യമുണ്ടെന്ന് എല്ലാവരും വന്നിട്ട് ജോയിൻ ചെയ്യണം എന്നല്ല പറയുന്നത്, ആഗ്രഹമുള്ളവരൊക്കെ വേഗം തന്നെ എന്ത് ചെയ്യുക, അഡ്മിഷൻ എടുക്കുക. കാരണം ലിമിറ്റഡ് സീറ്റ്സ് ആണ് നമ്മുടെ ബാച്ചിലുള്ളത്. ഒരു ലിമിറ്റ് കഴിഞ്ഞാൽ അതിൻ്റെ നിങ്ങൾക്ക് സീറ്റ് എളുപ്പം കിട്ടാൻ ചാൻസ് കുറയും. ഓക്കെ, ബൈ ബൈ, ടേക്ക് കെയർ. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാൻ മറക്കണ്ട.